പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ LDF നല്ല ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത്. ഇപ്പോൾ ഇന്നത്തോടെ രണ്ട് ഭാഗത്തെയും, കേരളത്തെ രണ്ട് ഭാഗമാക്കിയിട്ടാണല്ലോ തെരഞ്ഞെടുപ്പ് നടന്നത്, രണ്ട് ഭാഗത്തെയും തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കണ്ട അനുഭവം LDFന് വലിയ തോതിലുള്ള പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നുവെന്നാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് ചരിത്ര വിജയം LDFന് സമ്മാനിക്കും എന്ന പ്രതീക്ഷയാണ് നൽകുന്നത്. UDFൻ്റെ കേന്ദ്രങ്ങളെന്ന് സാധാരണ കണക്കാക്കുന്ന തദ്ദേശ സ്വയംഭരണ അതിർത്തികളടക്കം ഇത്തവണ LDFനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നതാണ് ഇതേവരെയുള്ള അനുഭവം സൂചിപ്പിക്കുന്നത്. അപ്പോൾ മികവാർന്ന വിജയത്തിലേക്ക് LDF കുതിക്കുന്ന കാഴ്ചയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. ഇന്നും BJPയും കോൺഗ്രസും പറയുന്നത് ശബരിമല മാത്രമാണ്. രണ്ടുപേരും ഒരേപോലെയാണ് UDFും BJPയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രീതിയിൽ ഏശാൻ സാധ്യതയുണ്ട്? ഇതൊന്നും ഒരു തരത്തിലും ഏശുന്നൊരു കാര്യമല്ല. ശബരിമലയുടെ പ്രശ്നത്തിൽ അവിടെ നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടന്നു എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. ആ കാര്യത്തിൽ സർക്കാർ കർക്കശമായ നിലപാടാണ് എടുത്തത്. ഈ സർക്കാരായിരുന്നില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഇത്ര കൃത്യതയോടെയുള്ള നടപടികൾ ഉണ്ടാകില്ല എന്ന് വിശ്വാസികളെല്ലാം ഉറപ്പായി കരുതുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്ക് വിശ്വാസികളുടെ ആകെ പിന്തുണ ലഭ്യമാകുന്നത്. പക്ഷേ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്താനാണ് BJPയും UDFും ശ്രമിക്കുന്നത്. രണ്ടു കൂട്ടരും ഇക്കാര്യത്തിൽ ഒരേ വണ്ടിയിൽ സഞ്ചരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജമാഅത്തെ ഇസ്ലാമി UDF സഖ്യത്തെ സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ ഇന്നലെയും ഉയർന്നിട്ടുണ്ടായിരുന്നു. പരാതി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ ഈ പറഞ്ഞു തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ മുസ്ലിം ബഹുജനങ്ങൾ തള്ളിയ ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ബഹുജനങ്ങളെ UDFന് അനുകൂലമാക്കുന്നതിന് വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിയതെങ്കിൽ അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല. എല്ലാ വിഭാഗങ്ങളും LDFനെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്ന നിലയാണ് വന്നിട്ടുള്ളത്. ഈ ദിലീപിനെ പോലും ന്യായീകരിക്കുന്ന നിലപാട് കഴിഞ്ഞ